ഹായ് കേരറ്റ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2026 ഇന്ത്യൻ ആർമി റാലിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഫോം ഫില്ലിംഗ് ആൾറെഡി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന 2026 ആർമി റാലി വന്നപ്പോൾ അതിനകത്തൊരു പെർമനന്റ് കാറ്റഗറിയിലുള്ള ഒരു ട്രേഡിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആർമി നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിന്റെ നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു. ആർമി നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന കാറ്റഗറി പെർമനന്റ് കാറ്റഗറിയിൽ വരുന്നതാണ്, അഗ്നിവീർ കാറ്റഗറിയിൽ വരുന്നതല്ല. അപ്പോൾ നിങ്ങളും നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ആവുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എക്സാം പാറ്റേൺ, സിലബസ്, ഫിസിക്കൽ എങ്ങനെയാണ് നടക്കുന്നത്, A to Z കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളും എന്നേക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ, എന്നെ എന്ന് പറഞ്ഞാൽ എന്താണ്, നേഴ്സിംഗ് അസിസ്റ്റന്റ് മെഡിക്കൽ ഫീൽഡിലാണ് ഈ ഒരു ജോബ് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 2026 നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. കാരണം അതനുസരിച്ച് നിങ്ങൾക്ക് നല്ലപോലെ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾ അറിയാൻ പോകുന്ന എല്ലാ അപ്ഡേറ്റും ആണ്. ഫുൾ കാണണം. ഒരു പേപ്പറൊക്കെ എടുത്ത് വെച്ച് എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുക. കുട്ടികളെ നോക്കൂ, നോട്ടിഫിക്കേഷൻ വന്ന് 13 ഫെബ്രുവരിയിലാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1 ഏപ്രിൽ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ ആർമി ഫോം ഫില്ലിംഗിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം ഫോം ഫില്ലിംഗ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതായിട്ടും. ഫോം ഫില്ല് ചെയ്യാത്ത ഒത്തിരി കുട്ടികളുണ്ട്. +2 എക്സാം എഴുതിയ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. അതായത് ഇപ്പോഴാണ് എക്സാം കംപ്ലീറ്റ് ആയത്, മാർച്ച് ലാസ്റ്റ് വീക്കിൽ. +2 ഒക്കെ ആ കുട്ടികൾക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ഈ ഒരു അപ്ഡേറ്റ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് ഏജ് ലിമിറ്റ്. നോക്കൂ കുട്ടികളെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യം പറയുകയാണെങ്കിൽ +2 പഠിച്ചിരിക്കണം. +2 സബ്ജക്റ്റ് ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ടായിരിക്കണം. 50% അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കണം. ഓരോ സബ്ജക്റ്റിനും 40% ഉണ്ടായിരിക്കണം. എന്നാൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് ഇതാണ് കുട്ടികളെ. ഇനി നമുക്ക് ഏജ് ലിമിറ്റിന്റെ പ്രോപ്പർ അപ്ഡേറ്റ് നോക്കാം. നോക്കൂ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1 ജൂലൈ 2004 1 ജൂലൈ 2009 ഇടയിലാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റിനാണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നയുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും മനസ്സിലായിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്. ഇതുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. സ്റ്റാർട്ടിംഗ് രജിസ്ട്രേഷൻ ആണ്, അതായത് ഓൺലൈൻ ഫോം ഫില്ലിംഗ് അപ്ഡേറ്റ് ആണ്. ഇത് നിങ്ങൾ ചെയ്ത് കാണുമ്പോൾ ഓൾറെഡി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ചെയ്യുക. അതിനുശേഷം എക്സാം ആണ് വരുന്നത്. എക്സാം പാസ്സായാൽ പിന്നെ റിസൾട്ട് വരും. റിസൾട്ടിന് ശേഷം നിങ്ങളുടെ ഫിസിക്കല്, പിന്നെ മെഡിക്കല്, പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്, പിന്നെ നിങ്ങൾ ട്രെയിനിങ്ങിനായിട്ട് പോകുന്നതായിരിക്കും. ഇതാണ് പ്രോപ്പർ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ എക്സാം പാറ്റേൺ നോക്കാം. ഇത് നമ്മുടെ കേരളത്തിലെ മിക്ക കുട്ടികൾക്കും അറിഞ്ഞുകൂടാ. ആദ്യമായിട്ടൊക്കെ തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒന്നും തന്നെ അറിഞ്ഞൂടാ. കാരണം എന്താണ്, ഇന്ത്യൻ ആർമിയിൽ തന്നെ പലതരത്തിലുള്ള ട്രേഡ് ഉണ്ട്. ആർമി GD ഉണ്ട്, ട്രേഡ്സ്മാൻ ഉണ്ട്, WMB ഉണ്ട്, ടെക്നിക്കൽ ഉണ്ട്, ക്ലർക്ക് ഉണ്ട്. പിന്നെ അതിനുശേഷമാണ് നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന കാറ്റഗറി വരുന്നത്. മിക്ക കുട്ടികൾക്ക് അറിഞ്ഞൂടെ ഇതിനകത്ത് ഫിസിക്സിൽ ഇത്ര ക്വസ്റ്റൻ ആണ് വരുന്നത്, ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ എല്ലാം ഞാൻ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 ആർമി നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിന്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 50 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും, പ്രോപ്പർ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള. ഇനി നമുക്ക് സബ്ജക്റ്റും അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റിനും എത്രയാണെന്ന് നോക്കാം. GKയിൽ നിന്ന് ടോട്ടൽ 10 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റിനും 4 മാർക്ക് വീതമാണ് അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ടോട്ടൽ 40 മാർക്ക്. ഫിസിക്സിൽ നിന്ന് ടോട്ടൽ 5 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ടോട്ടൽ മാർക്ക് 20. മാത്സിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ 20. കെമിസ്ട്രിയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ 60. ബയോളജിയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ 60. ടോട്ടൽ മാർക്സ് 200 ആണ്. ഓരോ ക്വസ്റ്റ്യൻ 4 മാർക്ക് വീതം ലഭിക്കുന്നതായിരിക്കും. 50 ക്വസ്റ്റ്യൻ അവിടെ വരുന്നതായിരിക്കും. എക്സാമിന് 1 അവർ ആയിരിക്കും നിങ്ങൾക്ക് ടൈം ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം പാറ്റേൺ മനസ്സിലായി. ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻ വീതമാണ് വരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് നോക്കൂ കുട്ടികളെ. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് സബ്ജക്റ്റിന്റെ വെയിറ്റേജ് നോക്കണം. ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രിയും ബയോളജിയും എടുക്കുമ്പോൾ 15 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് വരുന്നത്. എന്നും പറഞ്ഞ് ഈ മാത്സ് ആൻഡ് ഫിസിക്സ് പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ആ വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യണം. അതിൻ്റെ എല്ലാ മേഖലയും നല്ലപോലെ നിങ്ങൾ കവർ ചെയ്യണം. അതായത് ഡീപ്പായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായല്ലോ? GKയിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ വെയിറ്റേജ് അനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടുന്നത്. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം സിലബസ് അപ്ഡേറ്റ്. നോക്കൂ കുട്ടികളെ, GKയുടെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ്. ഇതെല്ലാം നിങ്ങൾ കവർ ചെയ്തിരിക്കണം. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുക, അതനുസരിച്ച് പഠിച്ചു പോവുക. ഇതിനകത്ത് ഒത്തിരി പോർഷൻ സ്റ്റാറ്റിക് GK ആണ്. സ്റ്റാറ്റിക് GKയിലെ കാര്യങ്ങളെല്ലാം സിമ്പിളാണ്. നിങ്ങൾ റഫായിട്ട് റീഡ് ചെയ്ത് പോയിട്ട് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് ഇൻ ഇന്ത്യ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും സോബ്രിഗൂഡ്സ് ആണെങ്കിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോയാൽ കവർ ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റാറ്റിക് GKയുടെ ഇത്രയും പോർഷൻസ് എല്ലാ കുട്ടികളും കവർ ചെയ്തിരിക്കണം. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ്. ഒരു 25 to 35 ഡേയ്സ് നിങ്ങൾ നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ് GK എന്നൊരു പോർഷൻ. നെക്സ്റ്റ് ആണ് കെമിസ്ട്രി. കെമിസ്ട്രി ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുക, അതനുസരിച്ച് എല്ലാ കുട്ടികളും പഠിച്ചു പോകണം. നെക്സ്റ്റ് ആണ് ബയോളജി. കുട്ടികളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കെമിസ്ട്രിയും അതുപോലെ തന്നെ ബയോളജിയും. കാരണം 15 ക്വസ്റ്റ്യൻ വീതമാണ് വരുന്നത്. ബയോളജിയുടെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് ഇതെല്ലാം തന്നെ.
ഇതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം. ഈ പോർഷൻസ് എല്ലാം തന്നെ മിക്ക കുട്ടികൾക്കും കട്ട് ഓഫിനടുത്ത് മാർക്ക് വരാത്തത് അവർ കെമിസ്ട്രിയും അതുപോലെ തന്നെ ബയോളജിയും സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അവർ ഡീപ്പായിട്ട് പഠിക്കത്തില്ല. എന്നെ എന്ന് പറയുന്ന പെർമനന്റ് കാറ്റഗറിയാണ്. അപ്പോൾ ക്വസ്റ്റ്യന് നല്ല ഡീപ്പായിട്ടാണ് അവിടെ വരുന്നത്. 2026 കാര്യം പറയുകയാണെങ്കിൽ വേക്കൻസി നല്ലപോലെ വന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയറിലേക്ക് 60,000 പ്ലസ് ആയിരുന്നു. പക്ഷേ ഈ തവണ 1 lakh പ്ലസ് വേക്കൻസിയുടെ അപ്ഡേറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ബയോളജിയും കെമിസ്ട്രി ഒരിക്കലും സ്കിപ്പ് ചെയ്ത് നല്ലപോലെ പഠിക്കണം. ഫിസിക്സിൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഇതാണ്. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യുക, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നോട്ട് ചെയ്യുക. എന്നിട്ട് അതനുസരിച്ച് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നെക്സ്റ്റ് ആണ് മാത്സിൻ്റെ ഇത്രയും ചാപ്റ്റേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. 5 ക്വസ്റ്റ്യൻ ആണെന്നും പറഞ്ഞ് മാത്സും സ്കിപ്പ് ചെയ്യരുത്. ഇതോടൊപ്പം തന്നെ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കണം. ഒരു ചാപ്റ്ററും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ക്ലിയർ? എല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എക്സാം പാറ്റേണും സബ്ജക്റ്റും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാനൊരു നമ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ അറിയാനുണ്ട്. PF ടീം അതുപോലെ തന്നെ PS ടീം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ കുട്ടികളെ, അതിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹൈറ്റ് 165 സെന്റിമീറ്റർ 165 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ ആണെന്നുണ്ടെങ്കിൽ 77 സെന്റിമീറ്റർ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ഫിസിക്കൽ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1.6 കിലോമീറ്റർ റണ്ണിംഗ് നിങ്ങൾ 6 minutes 50 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തിയാൽ മതി. പുള്ളപ്പ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ 6 എടുത്താൽ മതി. 9 feet ഡിച്ചും 6 leg ബാലൻസിംഗ് ബീമും ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒന്നും തന്നെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. ഇനി ഈ ഒരു ട്രേഡ് റിലേറ്റഡ് ഒരു കാര്യങ്ങളും പറയാനില്ല. എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളും 2026 എന്നേക്ക് തിരഞ്ഞെടുക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അതേപോലെ തന്നെ കുട്ടികളെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, പ്രാക്ടീസ് പേപ്പർ ഉണ്ട്, റിവിഷൻ ക്ലാസ്സുകളുണ്ട്, മോക്ക് ടെസ്റ്റ് ഇതെല്ലാം ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. എന്നയുടെ ടോട്ടൽ 50 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നല്ലപോലെ പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ആർമി നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പെർമനന്റ് റാലി. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ഫൈനലി കുട്ടികളെ ഡിഫൻസ് റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റ് അറിയാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ 2 നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക. എന്നിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ തന്നെ അക്കാഡമിയിലെ കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.